ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലേക്ക് ഇതുപോലെ അടർത്തി മാറ്റിയിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ളതാണിത്. 1 കപ്പ് മുരിങ്ങയിലയാണ് എടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു 4 ചെറിയുള്ളിയും 4 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ വെളുത്തുള്ളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കണം. വളരെ ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ കറിയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് 3 ഉണക്കമുളക് കീറിയതും പിന്നെ ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുളകും ചെറിയുള്ളിയും കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കാം. 1 കപ്പ് മുരിങ്ങയിലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മുരിങ്ങയില ചേർത്തതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു 3 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയാൽ മതിയാവും. അപ്പോഴേക്കും മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ചൂടായിട്ട് ഒരു തിള വരുമ്പോഴത്തേനും നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി അങ്ങ് തിളയ്ക്കാൻ പാടില്ല. തേങ്ങ അരച്ച് ചേർക്കുന്ന കറികളിൽ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഈ മുരിങ്ങയില കറിയിൽ പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ഉഷാറായിട്ടുണ്ടാവും. പുളി ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.